ബിഗ് ബോസ് സീസൺ 8 അഗ്നി പരീക്ഷ നമ്മുടെ ജഡ്ജസായിട്ട് റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാർ ഇവരും അതുപോലെ തന്നെ അവതാരികയായിട്ട് റിനീഷ റഹ്മാനും. അപ്പോൾ 40ഓളം കണ്ടസ്റ്റൻസ് ആണ് അഗ്നി പരീക്ഷയിലുള്ളത്. ആദ്യം 20 കണ്ടസ്റ്റൻസിനെ മാത്രമാണ് ഉള്ളിലോട്ട് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാര്യം എന്താണെന്നും അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ 20 കണ്ടസ്റ്റൻറ്റിൽ ഓരോരുത്തരും ഓരോ ടീമാക്കി ാണ് ചെയ്തിട്ടുള്ളത്. അതായത് 3 ജഡ്ജസിനും ആളുകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ ഒരാളോട് ചോദിക്കുന്നുണ്ട്, ഹർഷ എന്നോ അങ്ങനെ എന്തോന്നാണ് നെയിം വരുന്നത്. അയാളോട് ചോദിക്കുന്നുണ്ട്, രഞ്ജിനിയാണ് ചോദിക്കുന്നത്, ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് താങ്കളുടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി ചോദിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഒറ്റടിക്കും മറുപടി കൊടുക്കുന്നത് എന്താ വെച്ചാൽ രഞ്ജിനി മാമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അതെ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. അപ്പോൾ റെനീഷൊക്കെ അവിടെ നിന്ന് കൈയടിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ രഞ്ജി ചോദിക്കുന്നുണ്ട്, പക്ഷേ ഈ എഴുതിയ അതായത് ഓൾറെഡി ഒരു എഴുതി കൊടുത്തതായിരിക്കും, അതിൽ അതല്ലല്ലോ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ എന്താ പറയുക, എൻ്റെ പേരല്ലല്ലോ കാണുന്നത്, വേറൊരാളെ പേരാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇയാൾ കണ്ടസ്റ്റൻ്റ് ഒന്ന് പതറുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനതിൽ എന്നാ അറിയില്ല എന്ന് ആരുമില്ല എന്നുള്ള രീതിയിലേക്ക് ആരും എഴുതിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതും അല്ല, ഇതിലൊരാൾ എഴുതിയിട്ടുണ്ട്, ഞാൻ അതായത് രഞ്ജിനി അല്ല എന്നുള്ള രീതിയിലും രഞ്ജിനി പറയുന്നുണ്ട്. ലാസ്റ്റ് റിയാസ് സലീമിനോടൊക്കെ പറയുന്നുണ്ട്, ഇതിൽ നോക്കുക ആളല്ലേ ഞാനല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് രഞ്ജിനിനെ പറയുന്നുണ്ട്, പേളിമാണി നമുക്കറിയാം, പേളിമാണി സീസൺ 1 റണ്ണറപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ പേളിമാണിയെ പറയുന്നുണ്ട്, പേളിമാണിയാണ് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ രഞ്ജിനി പറയുന്നുണ്ട്, അതായത് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ പെട്ടെന്ന് എൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആകെ ഷോക്കായി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടസ്റ്റൻ്റ് പറയുന്നുണ്ട്, പേളിമാണി എഴുതിയിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഇത് പറയുന്നുണ്ട്, ഈ കണ്ടസ്റ്റൻ്റ് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറയുകയും ചെയ്തു. പിന്നെ അത് വേണ്ടിയില്ല എന്നുള്ള രീതിക്ക് ആ കണ്ടസ്റ്റൻറ്റിനായി. അതായത് രഞ്ജിനി അപ്പം തന്നെ അത് തുറന്ന് പറയുകയും ചെയ്തു, പേളിമാണിനെയാണ് എഴുതിയിട്ടുള്ളതെന്നുള്ള രീതിയിൽ തുറന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും റിയാസ് ആയാലും അഖിൽ മാരാറായാലും പരസ്പരം അവരെന്നെ ഒരു പോരടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ജഡ്ജസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പറയുന്നതും ബിഹേവ് ചെയ്യുന്നതൊക്കെ. ഓരോരുത്തരും ഓരോ കണ്ടസ്റ്റൻസും അതിലേറെ സ്ട്രോങ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഈ കണ്ടസ്റ്റൻസ് പെട്ടെന്ന് അങ്ങോട്ട് സംഭവിച്ചപ്പോൾ രഞ്ജിനി ഇത് പറഞ്ഞതോടുകൂടി പെട്ടെന്ന് അങ്ങോട്ട് ഒന്നും അല്ലാത്ത രീതിയിലാണ് ആയത്. അതായത് എന്താണ് ഇനി അടുത്ത് ചെയ്യുക എന്നുള്ള രീതിയിൽ, അതായത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതല്ല എന്നുള്ള രീതിയിൽ വന്നല്ലോ, അങ്ങനെ വന്നത് കാണുന്നുണ്ട്. അപ്പോൾ ബാക്കി പുതിയ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ കാണാം. അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ.